ഡ്രഗ്സിൻ്റെ ഫോറൻസിക് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഒരു വ്യക്തിയിലെ ക്രിമിനലിനെ ഉണർത്തുന്നത് എങ്ങനെയാണ്? ആൽക്കഹോളാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ളത്. ആൽക്കഹോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോറൻസിക് ആസ്പെക്ട്സ് എന്താ? ഡ്രിങ്ക് ഡ്രൈവിംഗ് ഒരു കോമൺ ആയിട്ടുള്ള സംഭവമാണ് അല്ലേ? ഡ്രങ്കായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടിച്ച ആൾ മാത്രമല്ല, ചില നിരപരാധികൾ വഴി കൂടെ നടക്കുന്നവർക്കും അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ കുടിച്ച് ബോധമില്ലാതെ റോഡ് ക്രോസ് ചെയ്യുന്നതിൽ വണ്ടി ഇടിച്ചെന്ന് വരാം. പിന്നെ അവരുടെ ഇടയിലുണ്ടാകുന്ന ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സംശയരോഗം ഫോർ എക്സാമ്പിൾ ആൽക്കഹോളിക്സിൻ്റെ ഇടയിൽ വളരെ കൂടുതലാണ്. അത് ഒരുപാട് കുടുംബത്തിലുള്ള ഭാര്യ പീഡനത്തിനും സ്ത്രീ പീഡനത്തിനും പലതരത്തിലുള്ള കൊലപാതകങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അത് ആൽക്കഹോളിൻ്റെ കാര്യമില്ല. ടുബാക്കോ ഈ രീതിയിൽ നിരുപദ്രവകാരിയാണ്. അത് ഫോറൻസിക് ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. എം ഡി എം എ ഒരു സ്റ്റിമുലന്റ് ഡ്രഗാണ്. നമ്മൾ ഈ ഡ്രഗ്സ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. പൊതുജനത്തിൻ്റെ ഒരു കൺസെപ്റ്റ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ ആളെ ഏതെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ട് 1 മാസം അങ്ങ് ആക്കുന്നു. അത് കഴിയുമ്പോൾ അത് ആ ആൾ പുതിയൊരു മനുഷ്യനായി പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. അത് ആ രീതിയിൽ നടക്കില്ല. കാരണം ഏത് ഡ്രഗ്സിനാണ് ആ വ്യക്തി അടിമപ്പെട്ടിരിക്കുന്നത് എന്നതിനനുസരിച്ചാണ് ആ രീതിയിലുള്ളൊരു റീഹാബിലിറ്റേഷൻ കെയർ ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ലളിതമായിട്ട് പറയാം. നമ്മുടെ ഈ ഡ്രഗ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സെഡേറ്റീവ്സ് ആണ്, മറ്റേത് സ്റ്റിമുലൻസ് ആണ്. ഒന്ന് സെഡേറ്റീവ്സ് ആണ്. സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഓഫ് ആക്കുന്ന സാധനമാണ്. മറ്റേത് സ്റ്റിമുലൻസ് ആണ്, ആളെ ഓൺ ആക്കുന്ന സാധനമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ആൽക്കഹോൾ ഒരു സെഡേറ്റീവാണ്. അടിച്ചടിച്ചടിച്ച് ഓഫായി, പാമ്പായി, താഴെ വീണു, നടക്കാൻ പറ്റുന്നില്ല, കുഴഞ്ഞു വീഴും. ഓപ്പിയോയിഡ്സ് അത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു പ്രശ്നമല്ല. താങ്ക് ഗോഡ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ക്രമസമാധാനം നില പൂർണ്ണമായും തകരും. ഓപ്പിയോയിഡ്സ്, ഹെറോയിൻ, മോർഫിൻ, പെത്തഡീൻ അല്ലെങ്കിൽ കൊഡീൻ, ഈ കഫ് സിറപ്പ് അഡിക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. അത് അതിൻ്റെ ഉള്ളിലുള്ള കൊഡീൻ, ഫോൾക്കഡീൻ തുടങ്ങിയ ഓപ്പിയോയിഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വാരി കുടിക്കുന്നത്. അതുകൊണ്ട് ഈ കഫ് സിറപ്പിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയ നിയമങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതും ഓഫ് ആകുന്ന ഒരു ഡ്രഗാണ്. അപ്പോൾ ഓഫ് ആവുന്ന ഡ്രഗ്സ് ഒരു കാറ്റഗറി മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഓൺ ആവുന്ന കാറ്റഗറിയാണ്. MDMA ഓൺ ആവുന്ന കാറ്റഗറിയാണ്. അത് കുഴയല്ല ചെയ്യാം. അടിക്കും തോറും അവരുടെ ശക്തി കൂടും, കോൺഫിഡൻസ് കൂടും, ഉറക്കമില്ലാതാകും, എനർജി കൂടും. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ലൗഡ് മ്യൂസിക്കിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ പറ്റും. ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ 150 കിലോമീറ്റർ ഓടിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് തോന്നും. അഗ്രഷൻ കൂടും.